ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തൽ സംബന്ധിച്ച് രാജ്യത്തെ 17 ഇടങ്ങളിൽ ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുകയാണ്. ദുൽഖർ സൽമാൻ്റെ കൊച്ചിയിലെയും ചെന്നൈയിലെയും വീടുകളിൽ പരിശോധന നടക്കുന്നു. ഇപ്പോൾ എളംകുളത്തെ ദുൽഖർ സൽമാൻ്റെ വസതിക്ക് മുന്നിൽ റാഫി കരീമുണ്ട്. അതുപോലെ പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ വിപിൻ സി വിജയനുണ്ട്. ആദ്യം ദുൽഖർ സൽമാൻ്റെ വീട്ടിലേക്ക് റാഫി കരീം, ഈ പരിശോധന അവസാനിക്കാറായോ? എത്ര മണിക്കാണ് കൃത്യമായിട്ട് ഇ ഡി ഈ വീട്ടിലേക്ക് വന്നത്? SK ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുൽഖർ സൽമാന്റെ 3 വീടുകളിലേക്കും ഒരുമിച്ച് ഒരേ സമയം 6 മണിയോടുകൂടി എത്തി പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ്. കൊച്ചിയിലെ 2 വസതികൾ, അതായത് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും മുൻപ് താമസിച്ചിരുന്ന പനമ്പള്ളി നഗറിലെ വീട്ടിൽ, ഇപ്പോൾ ദുൽഖറിന്റെ കാർ ഗാരേജും ഓഫീസും എല്ലാമായി പ്രവർത്തിക്കുന്ന വീടാണത്. ആ വീട്ടിലേക്കും ഒപ്പം തന്നെ ഇളംകുളത്തെ ദുൽഖർ സൽമാനും മമ്മൂട്ടിയും എല്ലാം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്കും ചെന്നൈയിലെ ഇവരുടെ വസതിയിലേക്കും ഒരേ സമയം 6 മണിയോടുകൂടി പുലർച്ചെ എത്തി പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ്. എളംകുളത്തെ വസതിയിൽ 2 സംഘങ്ങളായിട്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തിയത്. ആ നിലയിൽ തന്നെയാണ് മറ്റിടങ്ങളിലേക്കും എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഒരുമിച്ചുള്ള ഒരു പരിശോധന 6 മണിയോടുകൂടി പുലർച്ചെ തന്നെ ആരംഭിക്കുന്നു. ഇവിടങ്ങളിൽ എല്ലാം തന്നെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പങ്കുവയ്ക്കാതെ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 3 മണിക്കൂറിലേക്ക്, അതായത് ഇത് 9 മണിയോടെ 3 മണിക്കൂറിലേക്ക് ഈ പരിശോധനകൾ എത്തുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഈ ഭൂട്ടാൻ കാർക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ, അതിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ കസ്റ്റംസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കും എന്നുള്ളത് നമുക്ക് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ദുൽഖർ അടക്കമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ പരിശോധനകളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപുള്ള പരിശോധനകളാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. എന്തായാലും ഈ രേഖകളടക്കം, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്, ഈ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇന്നെന്തായാലും നടക്കുക. 3 വീടുകളിലെയും പരിശോധന ഏകദേശം 3 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇതുകൂടാതെ മറ്റ് 14 ഇടങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. അതിൽ വാഹന ഡീലേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ വാഹന ഡീലേഴ്സിൻ്റെ ഓഫീസുകളുണ്ട്, ഈ ഏജന്റുമാരുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പല വിവരങ്ങളും കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഈ വാഹനക്കടത്തിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഡിഫൻഡറും ഒപ്പം തന്നെ നിസാൻ പെട്രോളും ഒപ്പം ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറും ഒപ്പം പ്രാഡോയും ഇത്തരം വാഹനങ്ങളിലൂടെയുള്ള ഇടപാടുകൾ, അത് 1 കോടി രൂപ വരെ ഒരു വാഹനത്തിന് നൽകുന്ന തരത്തിലേക്ക് മാറിയിരുന്നു എന്നുള്ളത് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 25 ലക്ഷം മുതൽ 10 മുതൽ 25 ലക്ഷം രൂപ വരെ മുടക്കി വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച് അത് ഇന്ത്യയിലെത്തി വിവിധ ആളുകൾക്ക് മോഹവിലക്ക് വിൽക്കുമ്പോൾ അത് 1 കോടി രൂപയുടെ വരെ ഇടപാടുകളായി മാറിയിരുന്നു എന്നുള്ളതാണ് കസ്റ്റംസിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ. ആ നിലയിൽ 200ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് മാത്രം എത്തിയെന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഭൂട്ടാൻ വാഹനക്കാർ കടത്തിന് പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ അതിൽ എത്രത്തോളം കള്ളപ്പണ ഇടപാടുകളുണ്ട്, ഫെമ ചട്ടങ്ങളടക്കമുള്ള നിയമങ്ങളിലുള്ള ലംഘനങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ ഈ ആളുകൾ ഏതൊക്കെ രീതിയിൽ പണം വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തായാലും ECIRന് മുൻപുള്ള നടപടിക്രമം അതൊരു പരിശോധനയിൽ അത് അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ളൊരു പരിശോധന, അതും 3 ഇടങ്ങളിൽ ഒരുമിച്ചെത്തി ദുൽഖർ സൽമാന്റെ വസതികളിൽ ഒരുമിച്ചെത്തിയുള്ള ഒരു പരിശോധന. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഹൈദരാബാദിലാണ് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇവരാരും തന്നെ വീടുകളില്ല, ജീവനക്കാരാണുള്ളത്. എന്തായാലും 3 മണിക്കൂറിലേക്ക് ഈ പരിശോധനകൾ എത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു റാഫി കരീം. ഇനി പനമ്പള്ളി നഗറിലെ വീട്ടിലേക്കും നമുക്കൊന്ന് പോകാം. വിപിൻ സി വിജയൻ അവിടെ നിന്ന് ശരിയാണ്. വിപിൻ, ശരിക്കും ഈ പരിശോധനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇ ഡി ഇതൊന്നും വെളിപ്പെടുത്തില്ല. എന്നാൽ പോലും ഇതൊരു സാധാരണ പരിശോധനയുടെ ഭാഗമായിട്ടാണോ അതോ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ പേരിലാണോ 17 ഇടങ്ങളിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത്?
അതെ സ്കേൻ, ഇപ്പോൾ ഇതാ മമ്മൂട്ടി ഹൗസിന്റെ സിറ്റ് ഔട്ടിൽ അതിന്റെ ED ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നു, അതിനുശേഷം അതിനൊരു വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. അത് ഹിമാചൽ പ്രദേശിലുണ്ട്, ഒപ്പം തന്നെ ഉത്തർപ്രദേശിലൊക്കെ വെച്ച് തന്നെ ഇതിനൊരു വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ഒപ്പം ഈ വാഹനങ്ങൾക്ക് അത് ആൻറ്റിക് വാഹനങ്ങളാവുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് തന്നെയുള്ള വലിയൊരു ടീം, ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ആ ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിശോധനയിൽ അതിലൊരു ഹവാല ഇടപാട് വ്യാപകമായി തന്നെ നടക്കുന്നു. പണമിടപാടുകളിൽ ഒരു കൃത്യതയില്ല, അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട കുഴൽപ്പണ ഇടപാട്, കള്ളപ്പണ ഇടപാട് നടക്കുന്നു എന്നുള്ള വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അത് കസ്റ്റംസിനോട് ഈ ഒരു ഭൂട്ടാൻ കടത്തുമായി ബന്ധപ്പെട്ടുള്ള അതിൽ ഒരു അന്വേഷണം വന്നപ്പോൾ തന്നെ ED ചോദിക്കുകയും ആ ഒരു പരിശോധന ഇപ്പോൾ 17 ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതുമാണ്. കൂടുതൽ രേഖകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയുടെ ലക്ഷ്യമുള്ളത്. ഈ ഒരു വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ 17 ഇടങ്ങളാണ് ഈ പരിശോധനയായിട്ട് നടത്തുന്നത്. അതിൽ ഈ ദുൽഖറിൻ്റെ വീട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉടമകളുണ്ട്, ഒപ്പം തന്നെ ഇതിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുണ്ട്, ഇതിന് ഇടനിലക്കാരായി നിന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ, അതിൻ്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കസ്റ്റംസ് എടുത്ത രേഖകളിൽ EDയുടെ ഒരു പരിശോധന അതിൽ കൂടി ഉണ്ടാകും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. പലർക്കും ഇതിൽ ഒരു കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു രേഖകൾ കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നു. അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദുൽഖറിൻ്റെ വാഹനം, അതായത് ലാൻഡ് റോവർ വാഹനം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കസ്റ്റംസ് അടുത്ത ദിവസം തന്നെ കോടതിയെ അറിയിക്കണം. എന്തുകൊണ്ട് അത് പരിഗണിച്ചില്ല എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണം എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക ആശ്വാസം ദുൽഖറിന് നൽകിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന മമ്മൂട്ടിയുടെ വീട്ടിൽ EDയുടെ ഭാഗത്തുണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.